എന്തായാലും മനസ്സിലാവുന്നു. അപ്പോൾ ഇപ്പോൾ അടിയന്തരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്രയും ഇപ്പോൾ നമ്മൾ കണ്ടതിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്, വെള്ളം ഒഴുകി പോകാനുള്ള കറക്റ്റായിട്ടൊരു സൗകര്യം അവർക്കിപ്പോൾ ഇവിടെ ഇല്ല. നമ്മളിവിടെ കണ്ട ഈ വീടുകൾക്ക് മുൻപിലൂടെ ഇട്ട് കൊടുത്തിരിക്കുന്ന കാനയാണെങ്കിലും അത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഓപ്പണായി മറുഭാഗത്ത് അടഞ്ഞു കിടക്കുകയാണ്. അപ്പം അതിനുള്ളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്, അത് ഒഴുകി പോകുന്നില്ല. അത് വലിയ തോടിലേക്ക് ഒഴുക്കി വിടാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉടനടി ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻട്രൻസിൽ വരുന്ന ഒരു കണക്ഷൻ, മെയിൻ തോടിലേക്കുള്ള കണക്ഷൻ, അതും നമുക്ക് ചെയ്യിപ്പിക്കണം. അതോടൊപ്പം തന്നെ പിന്നെ ഇവരുടെ സെപ്റ്റി ടാങ്കിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. അത് ഈ സമയത്ത് നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ സാധിക്കില്ല. ഈ മഴയത്ത് ഇത്രയും വെള്ളം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യാന്നുള്ളത് അതിൻ്റെതായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഇത് തന്നെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നത്തിന് അടിയന്തരമായിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞ രീതിയിൽ കനാലിൻ്റെ ക്ലീനിങ് ആണെങ്കിലും അത് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. ഈ ഭാഗത്തുള്ള ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് പുതിയതായിട്ട് വെള്ളം അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് കെട്ടിയ കാനയാണ്, വെള്ളം ഇങ്ങോട്ട് കയറാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യാം, അത് അടയ്ക്കോ? തോടോ തോടല്ല, ഈ മൗത്ത് ഒരു മണ്ണിന്റെ ഒരു ചാക്ക് വെച്ചിട്ട് അടച്ച് ഇങ്ങോട്ട് കിടക്കാണ്ടിയുള്ള സൗകര്യം ചെയ്യാനായിട്ട്. ചെറിയ തോടല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്. ഇങ്ങോട്ട് നമ്മള് വെള്ളം കടത്തിവിടാൻ ഉദ്ദേശിച്ചത് നേരെ തിരിച്ച് വലിയ തോട്ടിന്ന് ചെറിയതിലേക്കാണ് വന്ന് വീടുകളിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ തൽക്കാലം നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ശരിയായ രീതിയിൽ അറ്റത്ത് നേരത്തെ പറഞ്ഞ പോലെ മറ്റു മെയിൻ തോടിലേക്ക് മുട്ടിക്കാനായിട്ട് ഒഴുക്കി വിടാൻ സാധിക്കുന്ന രീതിയിലാക്കണം. അതാണ് നമുക്ക് ഗുണഭോക്തൃ സമിതിയൊക്കെ കൂടിയിട്ട് ചെയ്തൊരു പണിയാണിത് ചെയ്തത്. അപ്പൊ അവർക്ക് പറ്റിയ അപാകതകളൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. ഇനി അത്തരം അപാകതകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ കഴിഞ്ഞു പോയി അതിലെന്തെങ്കിലും സംഭവിച്ചു, നമ്മളിപ്പോ അതിനെ പരിഹരിക്കാനാണ് നമ്മൾ ഇനി ശ്രമിക്കേണ്ടത്. കഴിഞ്ഞു പോയതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഈ വീടുകളൊക്കെ പലതും ഈ തകർച്ചയുടെ വക്കിലാണ്, പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഇതിലെന്താ ചെയ്യാൻ പറ്റുക? അത്രയും ക്രമക്കേടുകളും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം നടന്നിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ്. ഇതിനെതിരെ എന്തെങ്കിലും അന്വേഷണങ്ങളോ പണി നടത്തിയ കരാറുകാരുടെ എന്തെങ്കിലും നടപടിയോ അത്തരം കാര്യങ്ങൾ നമ്മുടെ എഞ്ചിനീയറിംഗ് സെക്ഷനോട് സംസാരിക്കട്ടെ, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് അതിൽ ക്രമക്കേട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. ശാസ്ത്രീയമായ അതിന്റെ ക്രമക്കേടുകൾ എന്താണ് അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എനിക്ക് അവരായിട്ട് സംസാരിച്ച അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൽ ആവശ്യമായ രീതിയിലുള്ളത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ എഞ്ചിനീയറിംഗ് സെക്ഷനായിട്ട് സംസാരിച്ചു. ഇത് അശാസ്ത്രീയമാണെന്ന് ഞങ്ങൾ വളരെ നേരത്തെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാവേണ്ട വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു, ചോർച്ചയുണ്ട്, അതിന്റെ കാര്യങ്ങൾ അത് നമുക്കറിയുന്നു. റോഡിന് പൊക്കം കൂടുതൽ ഇവിടെ വെള്ളം ശരിക്കും വേണ്ടി വരുന്നത് അതൊക്കെ ഒരു ശാസ്ത്രീയമായ ഒരു നിർമ്മാണം അല്ലേ? ഇത് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചപ്പോ അത് മാധ്യമപ്രവർത്തകര് അല്ല എഞ്ചിനീയറിംഗ് വിഭാഗമൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഒക്കെയാണ് കഴിഞ്ഞ കൗൺസിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ശരിക്കും സത്യമാണെന്നുള്ളത് ഞങ്ങൾ പറയുന്നത് സത്യമാണെന്നുള്ളതിനൊരു തെളിവല്ലേ എന്നാ ചോദിക്കുന്നത്. തെളിവാണ് അത് സത്യമാണെന്നുള്ളത്. അതായത് സത്യമാണ് എന്നുള്ളത് നമ്മൾ ഇപ്പൊ കണ്ടുല്ലോ. നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാവുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയിക്കേണ്ട കാര്യങ്ങളല്ല, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. കരാറുകാരനെതിരെ അന്വേഷണത്തിന് ആവശ്യപ്പെടുക. അത്രയും 3 വർഷമായിട്ടുള്ള വീടുകൾ പണിതിട്ട് അതെന്താ ചെയ്യുന്നത്? നമുക്ക് ഇപ്പൊ എന്റെ മനസ്സിൽ ആ ചെയ്തു പോയ പ്രശ്നങ്ങളെ പറ്റിയല്ല, ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. മറ്റ് കഴിഞ്ഞ കാര്യങ്ങളെ ചികഞ്ഞെടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തുടർന്ന് ഇവർക്ക് എന്തൊക്കെ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞുല്ലോ അവർക്ക് ഏത് രീതിയിലാണ് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കുക, ഇവരുടെ പ്രശ്നങ്ങളെ ഏത് രീതിയിൽ പരിഹരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഇവിടെ ഈ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1,40,000 രൂപ കഴിഞ്ഞ കൗൺസിലിൽ പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ ലാപ്സായി പോകാൻ വഴിയില്ല. കാരണം ആ പ്രോജക്റ്റ് എടുക്കാനായിട്ട് ആളില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു ഗുണഭോക്തൃ സമിതി ഉണ്ടാക്കി ഞങ്ങൾക്ക് കോണ്ടാക്റ്റുകാരെ കൊണ്ടുവന്ന് തരാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളോട് പോലും ആലോചിക്കാതെ ഒന്നും ചെയ്യാതെയാണ് ആ ഫണ്ട് ലാപ്സായി പോയി എന്ന് പറഞ്ഞത്. അതെങ്ങനെ ആ ഫണ്ട് ലാപ്സായി പോകും? വർക്ക് ഏറ്റെടുക്കാൻ ആളില്ലെന്ന് പറഞ്ഞിട്ട് ഫണ്ട് ലാപ്സായി പോകേണ്ട കാര്യമില്ല. കാരണം അതിനുള്ള സമയമായിട്ടില്ല.
നിങ്ങൾക്ക് കഴിഞ്ഞ വർക്കിന്റെ കണക്ക് കൊടുക്കാൻ ഗവൺമെന്റിന് കൊടുക്കാനുള്ള സമയമില്ലല്ലോ. അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പല്ലേ അതിന്റെ കണക്ക് കൊടുക്കുക. അപ്പോഴാണ് ഈ ഫണ്ട് ലാപ്സായി പോയെന്ന് പറയാ. ഈ അടുത്ത ഫണ്ട് കിട്ടുമ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വർക്ക് ചെയ്യാനായിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത്ര പൈസ ഇതിൽ കിഴിവുണ്ടെന്നാണ്, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഞാൻ ജനഗ്യാസ് തന്നെ വർക്ക് കുറച്ച് നാൾ ചെയ്തിരുന്ന ആളാണ്. നിങ്ങൾ കഴിഞ്ഞ തവണ പണി ചെയ്യിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുടുംബസമിതിയിൽ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം. ഞങ്ങൾ ഒരാളും കുടുംബസമിതിയിൽ ഉണ്ടായിരുന്നില്ല. ആ റോഡിന്റെ അവിടെ ഉണ്ടായിരുന്ന വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അവിടുത്തെ ആളാണ് ഇതിന്റെ കൺവീനർ. ആ ആൾക്ക് ഈ പ്രദേശമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. ഞങ്ങളൊരാളും ഈ കമ്മിറ്റി നടക്കണതോ ഈ പണി നടക്കണതോ ഒരാൾ അറിഞ്ഞില്ല. ഇവിടെ പണിക്കാർ വരുമ്പോഴാണ് ഞങ്ങൾ അറിയണത്. ബാബുചേട്ടൻ വന്നിട്ട് ഒരു കടലാസ് വന്നിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെ ഈ പണി നടത്തണം, ഒരു ഒപ്പിട്ട് തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കുടുംബസമിതി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ഒപ്പിട്ട് തരില്ല. ഇവിടെ കുടുംബസമിതി ഞങ്ങളെ ഉൾപ്പെടുത്താതെ ഇവിടെ പണി നടത്തിയതിന് ഞങ്ങള് ഉത്തരവാദികളല്ല. അപ്പൊ വ്യക്തമായിട്ട് ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട്. പറഞ്ഞ സംഗതിയിൽ ഇപ്പൊ 1,40,000 ഒരു സംഗതി കുടുംബശ്രീ മുഖാന്തരം ജയിക്കാനായിട്ട് വെച്ച സംഗതി പൈസയായിരുന്നു. അതിപ്പോ ഞാൻ എൻ്റെ ഓർമ്മയിൽ പറയാനായിട്ട് അത് മുഴുവൻ 100% ഉറപ്പാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് കുടുംബശ്രീയുടെ ആ പ്രോജക്റ്റ് ഇപ്പോൾ അതിൻ്റെ പേര് എൻ്റെ ജനകീയാസൂത്രണ പ്രോജക്റ്റ് അല്ല, ആ പ്രോജക്റ്റായിരുന്നു അത്. ആ ഒരു പ്രോജക്റ്റ് ഈ വർഷത്തിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് ഉണ്ടായ സംഗതി ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒന്നും കൂടി നന്നായിട്ട് അവിടെ നോക്കിയിട്ട് ഞങ്ങളുടെ ഭാഗം കൂടി കേൾക്കണം. നിങ്ങൾ വെച്ചിട്ടില്ലേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പരിപാടി ഇപ്പോൾ വന്ന് ഞങ്ങൾ കണ്ടപ്പോൾ തീർച്ചയായിട്ടും